മലയാളം സിനിമകൾക്ക് ഇന്ന് കേരളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഉൾപ്പെടെ ഒത്തിരി ഇൻഡസ്ട്രികളിലും വലിയൊരു ഓഡിയൻസ് തന്നെയുണ്ട്. ജീവിതഗന്ധിയായ ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാളത്തിൽ ഉണ്ടെങ്കിലും ഒത്തിരി വ്യത്യസ്തമായ കഥകളും കഥാപാത്രങ്ങളും ഉൾപ്പെടെ കൊമേഴ്ഷ്യൽ മൂവീസ് കൊണ്ടും ഒട്ടും പുറകിലല്ല മലയാളം ഫിലിം ഇൻഡസ്ട്രി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, അതായത് COVID-19 ശേഷം മിക്ക ആളുകളും അതർ ലാംഗ്വേജസ് മൂവീസ് നന്നായി കാണാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി ഡിമാൻഡ് വന്നു തുടങ്ങി മലയാള സിനിമകൾക്കും. പ്രത്യേകിച്ചും പുതിയ യങ് ടാലന്റഡ് ഡയറക്ടേഴ്സിന്റെ വരവോടുകൂടി വ്യത്യസ്തമായ ഒത്തിരി നല്ല സിനിമകൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ലഭിച്ചു. സോ അത്രമാത്രം ടാലന്റഡ് ആയ അല്ലെങ്കിൽ പ്രോമിസിംഗ് ആയ സിനിമകൾ തരുന്ന ഡയറക്ടേഴ്സ് ആരൊക്കെയെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഗിരീഷ് ഏടി. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു, അയാം കാതലൻ തുടങ്ങിയ സിനിമകളുടെ ഡയറക്ടറാണ് ഗിരീഷ് ഏടി. വളരെ നല്ല സിനിമകൾ ഒരുക്കുക എന്നതിലുപരി ഓഡിയൻസിന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന നല്ല ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും അതുവഴി കൂടുതൽ എന്റർടൈൻ ചെയ്യിക്കാനുമുള്ള കഴിവ് ഗിരീഷിനുണ്ട്. 2019 വന്ന തണ്ണീർമത്തൻ ദിനങ്ങൾ പുള്ളിയുടെ ഡെബ്യൂട്ട് സിനിമയായിരുന്നെങ്കിലും ആ ഒരു സിനിമയോട് തന്നെ ഇൻഡസ്ട്രിയിൽ തന്റെ പേര് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീട് 2022 വന്ന സൂപ്പർ ശരണ്യയും മിക്സഡ് റിവ്യൂസ് ആയിരുന്നെങ്കിലും അതൊരു കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു. പിന്നീട് 2024 ഗിരീഷ് ഏടിയുടെ ഡയറക്ഷനിൽ വന്ന പ്രേമലുവിന് ഒത്തിരി പോസിറ്റീവ് റിവ്യൂസ് ലഭിക്കുകയും അത് ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം സിനിമകളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു. അതേ വർഷം 2024 വന്ന അയാം കാതലൻ എന്ന സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂസ് ആണെങ്കിലും ഇനി ഗിരീഷ് ഏടിയുടേതായി വരാനിരിക്കുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റിനും പ്രേമലു 2-നും വലിയൊരു പ്രതീക്ഷയാണുള്ളത്. അടുത്തത് ദിൻജിത്ത് അയ്യത്തൻ. കക്ഷി അമ്മിണിപ്പിള്ള, കിഷ്കിന്ധാകാന്ഡം, എക്കോ തുടങ്ങിയ സിനിമകളുടെ ഡയറക്ടറാണ് ദിൻജിത്ത് അയ്യത്തൻ. 2019 പുള്ളിയുടെ ഡെബ്യൂട്ട് പടം വരുന്നത്, കക്ഷി അമ്മിണിപ്പിള്ള. ആദ്യ സിനിമ തന്നെ നല്ലൊരു സിനിമയായി മാറിയ ദിൻജിത്തിന് വർഷങ്ങൾക്ക് ശേഷം, അതായത് 2024 അടുത്ത പടം ചെയ്യുന്നത്. ആസിഫ് അലി നായകനായി വന്ന കിഷ്കിന്ധാകാന്ഡമായിരുന്നു അത്. വളരെ ബ്ലെൻഡായ റിയലിസവും ഡെപ്തുള്ള എമോഷണൽ സീൻസും കൊണ്ടും വ്യത്യസ്തമായിരുന്നു അത്. സോ 2025 അതുപോലൊരു ഫീൽ തന്ന, അല്ലെങ്കിൽ ഓഡിയൻസിന് കുറച്ചുകൂടി ഡെപ്തായി ചിന്തിക്കാവുന്ന തരത്തിലുള്ള സിനിമയായി മാറി പുള്ളിയുടെ തന്നെ എക്കോ എന്ന സിനിമയും. സോ ഡിഫറൻ്റ് ആയ ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈൽ കൊണ്ടും മേക്കിംഗ് കൊണ്ടും വ്യത്യസ്തമാണ് ദിൻജിത്ത് അയ്യത്തന്റെ സിനിമകൾ. മലയാളത്തിന് ലഭിച്ച മറ്റൊരു പ്രോമിസിംഗ് ഡയറക്ടറാണ് ദിൻജിത്തും. അടുത്തത് രാഹുൽ സദാശിവൻ. ഭൂതകാലം, ബ്രഹ്മയുഗം, ഡിസേറെ തുടങ്ങിയ സിനിമകളുടെ ഡയറക്ടറാണ് രാഹുൽ സദാശിവൻ. 2013 രാഹുൽ സദാശിവൻ ഡെബ്യൂട്ട് ചെയ്ത റെഡ് റെയിൻ റിലീസായത്. സയൻസ് ഫിക്ഷൻ ലെവലിൽ വന്ന സിനിമ വലിയൊരു വിജയമൊന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2022 പുള്ളിയുടെ അടുത്ത പടം ഭൂതകാലം വരുന്നത്. സോണി ലിവിൽ ഡയറക്ട് OTT വന്ന ഭൂതകാലം ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാവുകയും വൈഡായ ഓഡിയൻസിനെ കവർ ചെയ്യുകയും ചെയ്തു. തുടർന്ന് 2024 മൂന്നാമത്തെ പടം വന്നു, ബ്രഹ്മയുഗം. മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡിൽ വന്ന ബ്രഹ്മയുഗം കഥ കൊണ്ടും മേക്കിംഗ് കൊണ്ടും വളരെ വ്യത്യസ്തമായിരുന്നു. വലിയൊരു ബോക്സ് ഓഫീസ് സക്സസ് കൂടിയായിരുന്നു ബ്രഹ്മയുഗം. തുടർന്ന് 2025 രാഹുൽ സദാശിവന്റെ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു ഡിസേറെ. പ്രണവ് മോഹൻലാൽ നായകനായി വന്ന സിനിമ നല്ലൊരു ഹൊറർ ത്രില്ലർ തന്നെയായിരുന്നു. സോ ഹൊററായിട്ടുള്ള സ്റ്റോറീസ് കൺവേ ചെയ്യാൻ എന്തുകൊണ്ടും രാഹുലിന് സാധിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പ്രതീക്ഷകൾ തരുന്ന പുതിയ ഡയറക്ടേഴ്സിൽ ഒരാൾ തന്നെയാണ് രാഹുൽ സദാശിവനും. അടുത്തത് ചിദംബരം. ജാനേമൻ, മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ സിനിമകൾ ഡയറക്ട് ചെയ്തയാളാണ് ചിദംബരം. 2021 ചിദംബരത്തിന്റെ ആദ്യ സിനിമ ജാനേമൻ വരുന്നത്. ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറിൽ വന്ന ജാനേമൻ ഒത്തിരി നല്ല എമോഷണൽ സീനുകൾ കൊണ്ടും മേക്കിംഗ് കൊണ്ടും വ്യത്യസ്തമായിരുന്നു. വളരെ സിമ്പിളായ കഥാപശ്ചാത്തലത്തിൽ വന്ന സിനിമ നല്ലൊരു അർത്ഥവത്തായ സിനിമയായിരുന്നു. പിന്നീട് 2024 വന്ന പടമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് വന്ന സിനിമ നല്ലൊരു എന്റർടൈനർ കൂടിയായിരുന്നു. മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത മറ്റൊരു നല്ല കഥയായിരുന്നു ആ സിനിമയുടേത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ പോലും സിനിമയ്ക്ക് വലിയ വരവേൽപ്പുണ്ടായി. അതോടുകൂടി ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ കൂടിയായി മാറി മഞ്ഞുമൽ ബോയ്സ്. സോ താൻ നല്ലൊരു ഡയറക്ടറാണെന്ന് വെറും 2 സിനിമകൾ കൊണ്ട് മാത്രം തെളിയിച്ചയാളാണ് ചിദംബരം. മലയാള സിനിമയ്ക്ക് ലഭിച്ച മറ്റൊരു പ്രോമിസിംഗ് ഡയറക്ടർ കൂടിയാണ് ചിദംബരം. മുഴുവനായും പുതുമുഖങ്ങളെ അണിനിരത്തി ചിദംബരത്തിന്റെ ഡയറക്ഷനിൽ വരാനിരിക്കുന്ന ബാലനും വലിയ പ്രതീക്ഷയാണുള്ളത്. അടുത്തത് ജിത്തു മാധവൻ. രോമാഞ്ചം, ആവേശം തുടങ്ങിയ സിനിമകൾ ചെയ്തയാളാണ് ജിത്തു മാധവൻ. 2016 ജോൺ പോൾ ജോർജിന്റെ ഡയറക്ഷനിൽ വന്ന ഗപ്പി എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വന്ന ജിത്തു മാധവൻ 2023 ഡെബ്യൂട്ട് ഡയറക്ഷൻ ചെയ്തു വന്ന രോമാഞ്ചം എന്ന സിനിമ വഴി മലയാള സിനിമയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഹൊറർ കോമഡി ജോണറിൽ വന്ന രോമാഞ്ചം പുള്ളിയുടെ കോളേജ് ഡേയ്സിലുണ്ടായ റിയൽ ഇൻസിഡന്റുകളെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ അടിപൊളി എന്റർടൈനർ ആയിരുന്നു. ചെറിയ തമാശകളിലൂടെ സീരിയസ് ആയ സ്റ്റോറി പറഞ്ഞ രോമാഞ്ചം വലിയൊരു കൊമേഴ്ഷ്യൽ സക്സസ് തന്നെയായിരുന്നു. പിന്നീട് 2024 ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ ഡയറക്ട് ചെയ്ത സിനിമയായിരുന്നു ആവേശം. 3 യുവാക്കൾ ബാംഗ്ലൂരിൽ പഠിക്കുന്ന കാലത്ത് കണ്ടുമുട്ടുന്ന ലോക്കൽ ഗ്യാങ്സ്റ്ററുമായി ചങ്ങാത്തത്തിലാവുന്നതും പിന്നീടുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ആവേശത്തിന്റെ കഥ. ഈ ഒരു ചെറിയ കഥയിലൂടെ നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിച്ച ആവേശം വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. അടിപൊളി കോമഡി സീനുകൾ ഉൾപ്പെടെ ഒത്തിരി വളരെ എൻഗേജിംഗ് ആയ സ്ക്രീൻ പ്ലേയോടുകൂടി വന്ന ആവേശം ജിത്തു മാധവൻ എന്ന ഡയറക്ടറിന് വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ തമിഴിൽ സൂര്യയെ നായകനാക്കി വരാനിരിക്കുന്ന സൂര്യയുടെ 47ാമത്തെ സിനിമയ്ക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. മലയാളത്തിൽ പ്രസന്റ് ടൈമിലുള്ള ഡയറക്ടേഴ്സിൽ നല്ലൊരു ടാലന്റഡ് പ്രോമിസിംഗ് ഡയറക്ടർ കൂടിയാണ് ജിത്തു മാധവൻ. ഇപ്പറഞ്ഞ ലിസ്റ്റിനും പുറമെ ഒത്തിരി നല്ല പ്രോമിസിംഗ് ഡയറക്ടേഴ്സ് ഇന്ന് മലയാളത്തിലുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയുള്ള മലയാളത്തിലെ പുതിയ ഡയറക്ടർമാർ ആരൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.